സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ മഹാ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ശ്യാമ അമൃതയുടെ ഫോണിലേക്ക് വിളിക്കുന്നതാണ്. അങ്ങനെ അമൃത ഫോൺ എടുത്തതും ശ്യാമയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുക. ഈ സമയം ശ്യാമ പറയണേ, ഐശ്വര്യ അവൾ എൻ്റെ മോളുടെ പിന്നാലെ വിടാതെ തന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ ഇവിടെ എന്താ ഉണ്ടായെന്നറിയോ? അങ്ങനെ പറഞ്ഞിട്ട് ഇന്ന് ഉണ്ടായ സംഭവങ്ങളെല്ലാം ശ്യാമ വിശദമായിട്ട് അമൃതയോട് പറയുവാണ്. ജയന്തി പാലിൽ വിഷം ചേർത്തതും രാധിക അത് കുടിക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ് മാപ്പപേക്ഷിച്ച കാര്യങ്ങളും എല്ലാം പറയുവാണ്ടോ. അതെല്ലാം കേട്ട് അമൃതയുമാക്കി ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. ഈ സമയം ശ്യാമ പറയുവാണ്, അവസാന നിമിഷം ജയന്തി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈശ്വര എൻ്റെ മോള് എനിക്കത് ഓർക്കാൻ പോലും പറ്റുന്നില്ല എടുത്തി. അന്നേരം അമൃത പറയണേ, എന്താ ശ്യാമ ഞാൻ ഈ കേൾക്കുന്നത്? വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഐശ്വര്യ നിങ്ങൾ അവിടെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയല്ലേ? ശ്യാമെ, എനിക്ക് ഒരു കാരണവശാലും നിങ്ങളവിടെ നിൽക്കാൻ പാടില്ല. അവൾ ഇനി രാധിക മോളെ കൊല്ലാനായിട്ട് പദ്ധതികൾ ഒരുക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ അവിടെ നിന്ന് മാറണം. വേറെ എവിടേക്കെങ്കിലും പോകണം. വേറെ എവിടെ പോകാനായിട്ടെത്തി? എവിടെ പോയാലും അവർ ഞങ്ങളെ കണ്ടെത്തില്ലേ? അന്നേരം അമൃത പറയണേ, ഒരു കാര്യം ചെയ്, ദുബായിൽ ശ്യാമക്കൊരു വീടില്ലേ, രാധികയും കുട്ടി അങ്ങോട്ടേക്ക് പോകും. അവിടെ ആകുമ്പോൾ നിങ്ങൾ രണ്ടാളും സേഫായിരിക്കും. അന്നേരം ശ്യാമ പറയണേ, പക്ഷെ രാധിക മോള് അങ്ങനെ എല്ലാം വിട്ടുപേക്ഷിച്ച് അത്രയും ദൂരത്തേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും ഞാൻ മോളോടൊന്ന് സംസാരിച്ച് നോക്കാം, എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഏട്ടത്തിനെ തിരികെ വിളിക്കാം. അങ്ങനെ പറഞ്ഞ് ശ്യാമ കോള് കട്ട് ചെയ്യുവാണ്. പിന്നീട് ശ്യാമയും രാധികയും കൂടി സംസാരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ആ സമയം രാധിക പറയുന്നുണ്ട്, മാഡത്തിന് അറിയാലോ, അനാഥയെന്ന് തോന്നി ആകെ വിഷമിച്ചിരുന്നു ഞാൻ. എന്നാൽ എനിക്ക് പല നേട്ടങ്ങളും ഉണ്ടായി. എനിക്ക് ഒരു അച്ഛനും അമ്മയും കിട്ടി. എന്നെ സ്വന്തം മോളെപ്പോലെ സ്നേഹിക്കുന്ന മാഡത്തെ പോലൊരു അമ്മയെ കിട്ടി എനിക്ക്. പിന്നെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് ഒരാളെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സ്നേഹമായിട്ട് എൻ്റെ മുമ്പിലേക്ക് വന്നു. അയാളെ കണ്ടപ്പോൾ ഭാവിയിലുള്ള എൻ്റെ ജീവിതം ഇനി അയാൾക്കൊപ്പമായിരിക്കുമെന്ന് ഞാൻ പോലും സ്വപ്നം കണ്ടു. പക്ഷെ വിധി എന്നെ അവിടെ ഒറ്റപ്പെടുത്തി കളഞ്ഞു. എൻ്റെ സ്വപ്നങ്ങളെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കി കളഞ്ഞു. ഞാൻ എത്ര തട്ടിക്കളയാൻ നോക്കിയാലും ആ സ്നേഹം എന്നിലേക്ക് വീണ്ടും വീണ്ടും കൂടുതലായിട്ട് ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ സ്നേഹം ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ള പലരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കും, പലരുടെയും മനസ്സിൽ വേദനകളുണ്ടാക്കും. നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് അതിനൊരു കാരണമാകുന്നതും ഒരു തരത്തിൽ നല്ലൊരു കാര്യമല്ലേ? രാധികയുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ രാധിക ഉദ്ദേശിച്ചത് വരനെ കുറിച്ചാണെന്ന് ശ്യാമക്ക് മനസ്സിലാകുവാണ് കേട്ടോ. ഈ സമയം രാധിക പറയുന്നുണ്ട്, മാഡം എനിക്കൊരു കാര്യം ചെയ്യോ? ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, ഏതെങ്കിലും സന്യാസാശ്രമത്തിലോ മറ്റോ എന്നെ കൊണ്ടു ചേർക്കോ. ഇനി ബാക്കിയുള്ള ജീവിതം ഭഗവാനിൽ പൂർണ്ണമായി അർപ്പിച്ച് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മോൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. മോള് ചെറുപ്പമാണ്, ഇനിയും മോൾക്ക് ജീവിതമുണ്ട്. അന്നേരം രാധിക പറയണേ, മാഡം എനിക്ക് വേണ്ടി ഇതെങ്കിലും ചെയ്യണം. ഇനി ഞാനിവിടെ നിന്നാൽ ഒരുപക്ഷെ എല്ലാവരും കൂടി എന്നെ ഒരു കുറ്റക്കാരിയായിട്ട് മാറ്റും. എല്ലാവർക്കും മുമ്പിൽ തല താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകും. മാഡം ഇതിന് സമ്മതിക്കണം, അല്ലെങ്കിൽ എനിക്ക് ചില കടുത്ത തീരുമാനങ്ങൾ തന്നെ എടുക്കേണ്ടി വരും. രാധികയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ശ്യാമക്കും ടെൻഷനാകുവാണ്. ശ്യാമ ഒരു നിമിഷം ആലോചിക്കണേ. തൽക്കാലം ഐശ്വര്യയുടെ മുമ്പിൽ നിന്ന് മോൾ എങ്ങനെയെങ്കിലും മാറ്റി നിർത്തണം. തൽക്കാലം അതിനത് തന്നെയാണ് നല്ലൊരു വഴി. പിന്നീട് മോളെ പറഞ്ഞ് മോളുടെ മനസ്സ് മാറ്റുകയും ചെയ്യാം. എന്താണെങ്കിലും കുറച്ച് നാളത്തേക്ക് മോൾ പറഞ്ഞതുപോലെ തന്നെ മോളെ ഏതെങ്കിലും ആശ്രമത്തിലേക്ക് തന്നെ മാറ്റാം എന്ന് ശ്യാമയും തീരുമാനിക്കുവാണ്. അന്നേരം ശ്യാമ രാധികയോട് പറയണേ, ശരി മോളിപ്പോൾ എന്താണെങ്കിലും ഈ കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ലാതെ നിൽക്കുമല്ലേ? എന്താണെങ്കിലും മോളുടെ ആഗ്രഹം തന്നെ നടക്കട്ടെ. പക്ഷേ ഇത് താൽക്കാലികം മാത്രമാണ്. അവിടെ ചെന്ന് കടുത്ത തീരുമാനമൊന്നും എടുത്തു കളയരുത്. അതിന് ഞാൻ സമ്മതിക്കില്ല. എന്താണെങ്കിലും ശ്യാമക്ക് നല്ല സ്വാധീനമുള്ള ഒരു കൃഷ്ണാശ്രമം ഉണ്ട് ഇവിടെ നിന്ന് കുറച്ച് ദൂരെയാണ്. നമുക്ക് നാളെ തന്നെ അങ്ങോട്ടേക്ക് പോകാം. അന്നേരം അത് കേൾക്കുന്ന രാധിക പറയണേ, ഞാൻ എവിടെ പോയാലും അവിടെ എല്ലാം ശ്യാമ മാഡത്തിനൊരു നേലുണ്ടാകുമല്ലേ? പിന്നില്ലാതെ ശ്യാമ എന്നും നിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. നമുക്ക് നാളെ രാവിലെ തന്നെ പോകാം. അങ്ങനെ പറഞ്ഞ് നിൽക്കുവാണ് കേട്ടോ അവർ രണ്ടാളും. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ രാധികയെ ഫിദയെ അന്വേഷിച്ച് ആ ഒരു കോളിയൂർ സ്ഥലത്തേക്ക് കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന വരുണിനെയാണ്. ഈ സമയത്ത് വരുണിൻ്റെ മനസ്സിൽ വരുണിൻ്റെ ഫ്രണ്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഫിദ മാഡത്തിൻ്റെ നമ്പർ എടുത്തിരിക്കുന്നത് ശ്യാമ മാഡത്തിൻ്റെ പേരിലാണ്. അങ്ങനെ അതൊക്കെ ഓർത്ത് വരുൺ വണ്ടി ഓടിച്ച് വന്നുകൊണ്ടിരിക്കുമായിരിക്കും. ഇതേ സമയം ശ്യാമയും രാധികയ്ക്ക് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് കാറിലെടുത്ത് വെച്ചിട്ടുണ്ടാകും. രാധിക അങ്ങനെ പോകാൻ റെഡിയായി മുറ്റത്ത് നിൽക്കുവാണ്. അങ്ങനെ ശ്യാമ വന്ന് രാധികയെ വണ്ടിയിലേക്ക് കയറ്റുക. വാ മോളെ പോകാം. ആ സമയം രാധിക ചോദിക്കുന്നുണ്ട്, അല്ല രാമേന്ദ്രേട്ടനും ജയന്തി ചേച്ചിയൊക്കെ ഇവിടെ? അവരോടൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം ഇനി അവരെ പിന്നീട് ഒരു ദിവസം കാണാം. മോള് വന്ന് വണ്ടി കയറും. അങ്ങനെ അവരും വണ്ടിയെടുത്ത് അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന ശ്യാമേനെയും രാധികനെയാണ് കാണിക്കുന്നത്. ഈ സമയം രാധിക ശ്യാമയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുവാണ്. ഇതേ സമയം വരുണാണെങ്കിൽ ഒരാളോടൊക്കെ വഴിയൊക്കെ ചോദിച്ച് ശ്യാമയും രാധിക താമസിക്കുന്ന ആ ഒരു വീട്ടിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വരുൺ കാറിന് പോകുമ്പോഴായിരിക്കും കേട്ടോ കാറിൽ പോകുന്ന ശ്യാമയും ഫിദയും വരുൺ വഴി വെച്ച് കണ്ടുമുട്ടുന്നത്. അങ്ങനെ
കാറിലിരിക്കുന്ന രാധികയെ കാണുന്നതും വരുൺ വേഗം തന്നെ അവരുടെ കാറിന് പിന്നാലെ വെച്ച് പിടിക്കുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന യശോദേനെയും പ്രിയങ്കേനെയും ആയിരിക്കും. ഈ സമയം ഡോക്ടർ ദേവനെയൊക്കെ പരിശോധിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുമായിരിക്കും. അന്നേരം യശോദ ചോദിക്കുന്നുണ്ട്, ഡോക്ടർ ദേവേട്ടനിപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, കണ്ണൊക്കെ തുറന്നിട്ടുണ്ട്. അന്നേരം യശോദ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്കൊന്ന് കയറി കാണാമോ? മോള് അച്ഛനെ കാണണമെന്ന് ആഗ്രഹം പറഞ്ഞിരിക്കുക. അന്നേരം ഡോക്ടർ പറയണേണ്, ദേവനിപ്പോൾ കണ്ണ് തുറന്നിട്ടുണ്ട്, കാണുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ അധികം സംസാരിപ്പിച്ച് സ്ട്രെയിൻ ചെയ്യിക്കരുത്. എന്നാൽ ശരി, നിങ്ങൾ കയറി കണ്ടോളൂ. അങ്ങനെ യശോദയും പ്രിയങ്കയും ദേവനെ കാണാനായിട്ട് അകത്തേക്ക് കയറുവാണ്. ഈ സമയം ദേവനോടെ കണ്ണു തുറന്ന് കിടക്കുമായിരിക്കും. അങ്ങനെ യശോദ വന്ന് ദേവൻ്റെ അരികിലിരിക്കുക. ആ സമയം ദേവൻ ചോദിക്കുക, എന്ത് പറ്റി? ഡോക്ടർ എന്തു പറഞ്ഞു? സമയം കുറിച്ചിട്ടുണ്ടല്ലേ? ദേവേട്ട അങ്ങനെയൊന്നും പറയല്ലേ. പിന്നെ എങ്ങനെയാണ് ഞാൻ പറയേണ്ടത്? ചെയ്തു കൂട്ടിയ പാപങ്ങൾ അത്രയ്ക്കുണ്ടല്ലോ, അതിനെല്ലാം എങ്ങനെയാണ് ഇനി പ്രായശ്ചിത്തം ചെയ്യുക? ഈ സമയം പ്രിയങ്കയും അങ്ങോട്ടേക്ക് വരുമായിരിക്കും. പ്രിയങ്കയെ കാണുന്നതും ദേവൻ മുഖം തിരിക്കുവാണ്. എന്നിട്ട് പ്രിയങ്കയുടെ നോക്കിയിട്ട് ദേവൻ ചോദിക്കുക, എന്തിനാ മോളെ നീ ഞങ്ങളെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ഇങ്ങനെ ശിക്ഷിക്കാൻ എന്ത് തെറ്റാ നിന്നോട് ഞങ്ങളെല്ലാവരും ചെയ്തത്? അന്നേരം പ്രിയങ്ക പറയണേ, ഞാൻ എന്താ ചെയ്തത്? അച്ഛൻ ഈ അവസ്ഥയിലാകാൻ കാരണം ഞാനാണോ? നീ അല്ലാതെ പിന്നെ ആരാ? എൻ്റെ രാധിക മോള് എൻ്റെ അരികിൽ നിന്ന് പോകാൻ കാരണം നീ തന്നെയാ. നീ പറഞ്ഞ കള്ളങ്ങൾ കാരണമല്ലേ അവള് എന്നെയും നിൻ്റെ അമ്മയൊക്കെ വിട്ട് എന്നേക്കുമായിട്ട് പോയി കളഞ്ഞത്? നീ അർഹതയില്ലാത്ത ഒരാളെ തട്ടിപ്പറിച്ച് വെച്ചിരിക്കുമല്ലേ? അവളുടെ ഭർത്താവിനല്ലേ നീ തട്ടിപ്പറിച്ച് വെച്ചിരിക്കുന്നത്? അച്ഛനൊന്ന് നിർത്തുന്നുണ്ടോ? ഞാനല്ല ഇതിനെല്ലാം കാരണം, അച്ഛൻ തന്നെയാ. എവിടുന്നോ വലിഞ്ഞു കയറിയെന്ന അവളെയല്ലേ ഇപ്പോഴും നിങ്ങൾ തലയിലെടുത്ത് വെച്ച് നടക്കുന്നത്? എന്നെ നിങ്ങൾക്ക് കളഞ്ഞു കിട്ടിയെന്നല്ലോ, ഞാനല്ലേ നിങ്ങളുടെ സ്വന്തം ചോര. എന്നിട്ടും ഇപ്പോഴും നിങ്ങൾക്ക് അവളെക്കുറിച്ച് പറയാൻ തന്നെയാണോ താല്പര്യം? എന്നാലേ കേട്ടോ, അവളിനി ഒരിക്കലും നിങ്ങളുടെ അഴികിലേക്ക് തിരികെ വരാൻ പോകുന്നില്ല. നിങ്ങൾക്കിനി ഞാൻ മാത്രമേ മകളായിട്ടുള്ളൂ. രാധികയ്ക്ക് വേണ്ടി അച്ഛൻ ഇനി കാത്തിരിക്കേണ്ട കാര്യമില്ല. അന്നേരം ദേവൻ പറഞ്ഞേ, ഞാൻ കാത്തിരിക്കും. എൻ്റെ വിവരം അറിഞ്ഞാൽ എൻ്റെ മോള് എൻ്റെ അരികിലേക്ക് തന്നെ ഓടി വരും. അന്നേരം പ്രിയങ്ക പറഞ്ഞേ, അങ്ങനെ രാധിക വരുവാണെങ്കിൽ അവളെ ഞാൻ തീർത്തു കളയും. അവളെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കും. അത് കേൾക്കുന്നതും ദേവനങ്ങ് ദേഷ്യം വരുക. ഡി എന്നും പറഞ്ഞ് പതിയെ എഴുന്നേക്കാൻ തുടങ്ങുമായിരിക്കും. എന്നാൽ ദേവന് തീരെ വയ്യാണ്ടാകുവാണ് കേട്ടോ. ഈ സമയം ഇതുകൊണ്ട് യശോദയെ പേടിച്ചു പോകുക. പ്രിയങ്കെ എന്തൊക്കെയാണ് പറയുന്നത് ദേവേട്ട? ഈ സമയം ബഹളമെല്ലാം കേട്ട് ഡോക്ടേഴ്സ് അകത്തേക്ക് വരിക. എന്താ ഇത്? നിങ്ങളെന്താ പേഷ്യൻറ്റിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരു പ്രവർത്തനം പാടില്ലെന്ന് പറഞ്ഞതല്ലേ, എന്നിട്ട് നിങ്ങളെന്താ കാണിക്കുന്നത്? ഈ സമയം പ്രിയങ്ക ദേവനോട് പറയുന്നുണ്ട്, അതെ, ഞാൻ കണിമംഗലത്തേക്കാണ് തിരിച്ചു പോകുക. ഞാൻ അവിടെ തന്നെ ഉണ്ടാകും. അവിടെ തന്നെ ആരും പുറത്താക്കാമെന്ന് മനക്കോട്ട കെട്ടിയേ വേണ്ട. വരുൺ എൻ്റേത് മാത്രമാണ്. വരുണിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കാനും പോകുന്നില്ല. അങ്ങനെ പറഞ്ഞ് പ്രിയങ്ക അവിടെ നിന്നും പോകുവാണ്. ഈ സമയം ഡോക്ടേഴ്സ് എല്ലാം യശോദനെ നോക്കുവാണ്. അന്നേരം യശോദ പറയണേ, അത് പിന്നെ വീട്ടിലെ ചില പ്രശ്നങ്ങൾ. അന്നേരം ഡോക്ടർ പറയണേ, നിങ്ങളുടെ വീട്ടിൽ പല പ്രശ്നങ്ങളുണ്ടാകും, അതൊന്നും പരിഹരിക്കേണ്ടത് ഈ ഹോസ്പിറ്റലിൽ വെച്ചല്ല. ഇനി നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, നിങ്ങൾക്കും പോകാം. അങ്ങനെ സങ്കടത്തോടെ യശോദയും അവിടെ നിന്ന് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന രാധികേനെയും ശ്യാമേനെയാണ് കേട്ടോ. ഈ സമയം രാധികയുടെ മുടിയിൽ ഇങ്ങനെ തലോടിക്കൊണ്ട് ശ്യാമ മനസ്സിൽ പറയുന്നുണ്ട്, മോളെ നിൻ്റെ വിഷമങ്ങൾ എല്ലാം അമ്മ എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിക്കും. നീ അനാഥയല്ലെന്ന് ഉള്ള സത്യം നിന്നോട് അധികം വൈകാതെ തന്നെ അമ്മ തുറന്നു പറയും. എൻ്റെ മോളായിട്ട് ഈ ലോകത്തിൻ്റെ മുമ്പിൽ നിന്നെ ഞാൻ ചേർത്ത് പിടിക്കും. നിൻ്റെ എല്ലാ സങ്കടങ്ങളും ഈ അമ്മ മാറ്റും മോളെ. ഇതേസമയം അവരെ ഫോളോ ചെയ്ത് വരണം പിന്നാലെ തന്നെ ഉണ്ടാകും. വരണം മനസ്സിൽ രാധികയെക്കുറിച്ച് തന്നെ വിചാരിക്കുക. രാധിക എന്താണെങ്കിലും ഇത്തവണ ഞാൻ മടങ്ങി പോകുമ്പോൾ തന്നെ കൂടെ കൊണ്ടുപോയിരിക്കും. തൻ്റെ മനസ്സിൽ ഒത്തിരി സങ്കടങ്ങളുണ്ട്, അതെല്ലാം ഞാൻ മാറ്റും. ജീവിതത്തിലെ കാണാത്ത പല വർണ്ണങ്ങളും തന്നെ ഞാൻ കാണിക്കും. പിന്നീട് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർ. ഈ സമയം ശ്യാമ പെട്ടെന്ന് കാർ നിർത്താൻ പറയുവാണ്. അവിടെ ഒരു കരിക്ക് കടയൊക്കെ ഉണ്ടാകും. അങ്ങനെ അവിടെ ഒരു കരിക്ക് പറഞ്ഞിട്ട് ശ്യാമ ഫോൺ ചെയ്യാനായിട്ട് കുറച്ചങ്ങ് നീങ്ങി നിൽക്കുവാണ്. ഈ സമയം രാധിക അവിടെ നിൽക്കുമായിരിക്കും. വരുണും പിന്നാലെ ചെന്ന് ആ കരിക്ക് വെട്ടുന്ന ആളുടെ അവിടെ സൈഡിൽ മറഞ്ഞു നിൽക്കുവാണ്. ശ്യാമയാണെങ്കിൽ ഈ സമയം അമൃതയായിട്ട് ഫോണിൽ സംസാരിക്കുമായിരിക്കും. അന്നേരം അമൃത ചോദിക്കുന്നുണ്ട്, എന്താ ശ്യാമേ, നിങ്ങൾ എത്താറായോ? ഞങ്ങളിതാ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആശ്രമത്തിൽ വിളിച്ച് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞേൽപ്പിച്ചിട്ടൊക്കെയുണ്ട്. പിന്നെ നിങ്ങളവിടെ എത്തിയാലും ഫ്രീയായിട്ട് തന്നെ അവരുടെ മുമ്പിൽ തുടർന്നാൽ മതി. കാരണം ശ്യാമയാണെന്നൊക്കെ അവരറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അത് മറച്ചു വെച്ച് അഭിനയിക്കാനൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? ഈ സമയം ശ്യാമ പറയുന്നുണ്ട്, എന്നാലും എൻ്റെ മോളെ അങ്ങനെ ഒരു സന്യാസ ജീവിതത്തിലേക്ക് വിടാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമ്മുടെ മുമ്പിൽ വേറെ വഴിയില്ലല്ലോ. അന്നേരം അമൃതം പറയുന്നുണ്ട്, അതേ ശ്യാമേ, രാധിക മോളുടെ ജീവിതം സേഫായിരിക്കണം. അതിനിപ്പോൾ അവിടെ തന്നെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലം, മറ്റൊന്നും ചിന്തിക്കേണ്ട. പിന്നെ ശ്യാമേ, എന്നെ അന്വേഷിച്ച് വരുൺ വന്നിട്ടുണ്ടായിരുന്നു. വരുൺ അവിടെ വന്ന് മ്യൂസിക് സ്കൂളിൽ വന്ന് ഭയങ്കര പ്രശ്നമുണ്ടാക്കി. ഏത് വിധേയനെയും നിങ്ങളെ കണ്ടെത്തുന്നതൊക്കെ പറഞ്ഞ് എന്നെ വെല്ലുവിളിച്ചിട്ട് അവിടെ നിന്ന് പോയത്. അന്നേരം ഫിദ പറയാണ്, ഓ അങ്ങനെയാണോ? രാധിക മോള് ഇവിടെ നിന്ന് മാറി നിൽക്കാമെന്ന് പറയുന്നതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം വരുൺ തന്നെയാണ്. അവരുടെ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. വരുണിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടി കൂടിയാ മോള് ഇങ്ങനൊരു തീരുമാനം എടുത്തത്. എന്താണെങ്കിലും നമുക്ക് നോക്കാം.
എന്നാൽ ശരി ശ്യാമേ, അവിടെ എത്തുമ്പോൾ വിളിക്ക് എന്ന് പറഞ്ഞ് കോള് കട്ടാക്കുവാണ്. ഈ സമയം കരിക്ക് വെട്ടിക്കൊണ്ടിരുന്ന പയ്യൻ അതൊക്കെ വെട്ടിയിട്ട് സ്ട്രോയ്ക്കിട്ട് രാധികയുടെ അരികിലേക്ക് തുടങ്ങുമായിരിക്കും. ഈ സമയം വരുൺ അയാളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചിട്ട് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് രാധികയുടെ അരികിലേക്ക് പോകുവാണ്. എന്നിട്ട് പതിയെ രാധിക തോണ്ടിയിട്ട് കരിക്ക് രാധികയുടെ നീട്ടുന്നുണ്ട് കേട്ടോ. രാധികയാണെങ്കിൽ പുറകിലേക്ക് തിരിഞ്ഞൊന്നും നോക്കുന്നില്ല. അയാളുടെ കയ്യിൽ നിന്ന് കരിക്ക് അങ്ങ് വാങ്ങിക്കുവാണ്. എന്നിട്ട് കുറച്ച് കരിക്ക് കുടിക്കുന്നുണ്ട്. ഈ സമയം സൈഡിലേക്ക് എന്തോ നോക്കി നിൽക്കുമായിരിക്കും. അന്നേരം ആ ഒരു തക്കത്തിന് വരുൺ അവിടെ ഇരിക്കുന്നൊരു സ്ട്രോ ഇട്ട് രാധിക കുടിച്ച അതേ കരിക്കിൽ നിന്നും കുറച്ച് കുടിക്കുവാണ്. എന്നിട്ട് അവിടെ നിന്ന് ഓടിപ്പോയി മരത്തിൻ്റെ ഇടയിലെല്ലാം മറഞ്ഞു നിൽക്കുവാണ് കേട്ടോ. ഈ സമയം രാധികക്കാണെങ്കിൽ വരുണരികി വന്നതായിട്ട് ഫീൽ ചെയ്യുവാണ്. അങ്ങനെ രാധിക അവിടെ എല്ലാം വരുണിനെ നോക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം വരുൺ കാണുന്നുണ്ടായിരിക്കും. അങ്ങനെ അവിടെയെല്ലാം ചുറ്റും വരുണിനെ നോക്കിയിട്ട് അതിശയത്തോടെ രാധിക ആലോചിക്കുക, എന്തുപറ്റി വരുണിൻ്റെ അരികി വന്നതുപോലെ തോന്നിയല്ലോ. എന്താ ഭഗവാനെ, വരുൺ ഒരിക്കലും എനിക്ക് മറക്കാനേ പറ്റില്ലേ, എന്താ ഇങ്ങനെ തോന്നാൻ? അങ്ങനെ വരുന്നതുള്ള നല്ല നല്ല നിമിഷങ്ങളൊക്കെ രാധിക വീണ്ടും ഇങ്ങനെ ഓർക്കുവാണ്. എന്നിട്ട് രാധിക പറയണേ, എത്രയൊക്കെ ഞാൻ മറക്കാൻ ശ്രമിച്ചിട്ടും എന്തിനാ വരുണിൻ്റെ ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നത്? വരുണിനെ എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്കൊരിക്കലും പറിച്ചു മാറ്റാൻ പറ്റില്ലേ, ഒരിക്കലും വരുണിനെ എനിക്ക് മറക്കാൻ സാധിക്കില്ലേ എന്നൊക്കെ രാധിക ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഇതേസമയം അവിടെ മറഞ്ഞു നിൽക്കുന്ന വരുണും ചിരിച്ചുകൊണ്ട് രാധികയെ നോക്കുവാണ്. എന്നിട്ട് രാധിക ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് വരുണിനെ മനസ്സിലാവുന്നുണ്ട്. വരുൺ പറയണേ, ഒരിക്കലും നിനക്കെന്നെ മറന്നു കളയാനോ പറിച്ചു മാറ്റാനോ സാധിക്കില്ല. എന്ത് പ്രതിസന്ധികൾ വന്നാലും നിന്നെ ഞാൻ ചേർത്ത് പിടിച്ചുകൊണ്ടേയിരിക്കും, നമ്മൾ ഒന്നിച്ച് ജീവിക്കും എന്നൊക്കെ മനസ്സിൽ പറഞ്ഞ് അവിടെ നിൽക്കുവാണ്. ഈ സമയം ശ്യാമ തിരിച്ചെത്തുക. എന്തു പറ്റി മോളെ, എന്താ ഇങ്ങനെ നിൽക്കുന്നേ? ഒന്നുമില്ല. അങ്ങനെ അവർ കരിക്കിൻ്റെ പൈസയൊക്കെ കൊടുത്ത് കാറിൽ കയറി അവിടെ നിന്നും പോകുവാണ്. പിന്നാലെ തന്നെ വരുണും പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കണിമംഗലത്തിരിക്കുന്ന പ്രിയങ്കേനെയാണ്. ഈ സമയം പ്രിയങ്ക മുത്തശ്ശിൻ്റെ ഫോണിൽ വിളിക്കുന്നുണ്ട്. അന്നേരം മുത്തശ്ശി വരണേ, അതെ ഇവിടെ യശോദ നീ അച്ഛനോട് അങ്ങനെ മോശമായി സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് ആകെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് കുടുംബത്തോട് നന്ദികേട് കാണിച്ച് ആ രാധികയെക്കുറിച്ച് മോശമായിട്ടൊന്നും പറയാനില്ല. അല്ല അവിടെ കണിമംഗലത്ത് എങ്ങനെയാ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവിടെ ഒരു പ്രശ്നവുമില്ല. അല്ല വരുണുണ്ടോ അവിടെ? വരുൺ എവിടെയൊക്കെ പോയിരിക്കുമോ, ഞാൻ വിളിച്ച ഫോൺ എടുക്കുമോ, എവിടെയാണെന്ന് ചോദിച്ചോ പറയുമോ? ഒന്നുമില്ല, രാധിക അന്വേഷിച്ച് നടക്കുമായിരിക്കും. അന്നേരം മുത്തശ്ശി പറയണേ, എടി വരുണിൻ്റെ കാര്യത്തിൽ നിനക്കൊരു പിടുത്തമൊക്കെ വേണം, അവൻ്റെ നിയന്ത്രണം നിൻ്റെ കയ്യിലായിരിക്കണം. അവൻ എത്രയും പെട്ടെന്ന് തന്നെ നീ അവിടെ തിരികെ എത്തിക്കണം. മുത്തശ്ശി ഞാൻ വിളിച്ചാൽ വരുൺ എവിടെയുണ്ടെന്ന് പറയുമോ? എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം, എനിക്ക് വയ്യ വെറുതെ വായിലിരിക്കുന്ന കേൾക്കാൻ. എടി നീ അവിടെ ബുദ്ധി പ്രയോഗിക്കണം, നീയെ പത്മിനിയെ കൊണ്ട് വരുണിനെ വിളിപ്പിക്കണം. പത്മിനിക്ക് വയ്യെന്നോ അങ്ങനെ എന്ത് കള്ളം പറഞ്ഞിട്ടാണെങ്കിലും ശരി അവൻ എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കാൻ നോക്കണം. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ പ്രിയങ്കയും മുത്തശ്ശിയും കൂടി സംസാരിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും കേട്ടോ ജയഭാരതി അമ്മ അതുവഴി പോകുന്നത്. അങ്ങനെ പ്രിയങ്കയുടെ സംസാരം കേൾക്കുമ്പോൾ ജയഭാരതി അമ്മ അവിടെ മറഞ്ഞു നിന്ന് അവരുടെ സംസാരം ശ്രദ്ധിക്കുന്നുണ്ട്. ഈ സമയം പ്രിയങ്ക പറയണേ, അതിനിടെ അച്ഛനും അമ്മയൊക്കെ എൻ്റെ ഭാഗത്ത് തന്നെയാണ്, ഞാൻ എന്ത് പറഞ്ഞാലും അവരത് ചെയ്യും. പക്ഷെ പ്രശ്നം ആ മുത്തശ്ശിയാണ്. മുത്തശ്ശി തന്നെയാണ് വരുണിൻ്റെ അധികം ഒന്നിപ്പിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കി കൊടുക്കുന്നത്, അവർക്ക് വേണ്ട കാര്യങ്ങളും ചെയ്യുന്നത്. അന്നേരം സുകുമാരിയമ്മ പറയണേ, നീ ഇങ്ങനെ പറഞ്ഞിരുന്നു, അവർക്കാണ് ആദ്യം പണി കൊടുക്കേണ്ടത്. ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ ആ ജയഭാരതി എന്ന് പറയുന്ന പെണ്ണുമ്പിളുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കിയാനേ. കുടുംബത്തിൻ്റെ അഭിമാനം എന്നൊക്കെ പറഞ്ഞ് നടക്കും, എന്നിട്ട് ചെയ്ത് കൂട്ടുന്നതോ ഈ വക കാര്യങ്ങളല്ലേ, അവർക്ക് നല്ലൊരു പണി തന്നെ കൊടുക്കണം. അന്നേരം പ്രിയങ്ക പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട്. എന്താണെങ്കിലും തൽക്കാലം ഇപ്പോൾ വരുണിനെ അമ്മയെ കൊണ്ട് ഞാൻ വിളിപ്പിക്കാം, എന്നിട്ട് എത്ര പെട്ടെന്ന് വരുണിവിടെ എത്തിക്കണമെന്ന് അമ്മയോട് പറയാം. അങ്ങനെയൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യുവാണ്. അങ്ങനെ ഇതെല്ലാം കേൾക്കുകയാണ് കേട്ടോ ജയഭാരതി അമ്മയും. അങ്ങനെ മുത്തശ്ശി വേഗം തന്നെ അവിടെ നിന്നും പോയി പുറത്തിറങ്ങിയിട്ട് വരുണിനെ ഫോണിൽ വിളിക്കുവാണ്. ഈ സമയം വരുണിനോട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്തായി രാധികയെ നീ കണ്ടോ? മുത്തശ്ശി, ഞാൻ രാധികയും ഫിദാമ്മയുടെ കൂടെ താമസിക്കുന്ന ആ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. വഴിക്ക് വെച്ച് അവർ രണ്ടാളും കാറിൽ പോകുന്നത് കണ്ടു. പിന്നെ അവരുടെ പിന്നാലെ തന്നെ ഫോളോ ചെയ്ത് പോകുക ഞാൻ. എനിക്കെന്താണെങ്കിലും നേരിട്ട് മുമ്പിൽ കയറി ചെന്ന് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അതെന്താണെങ്കിലും നന്നായി. എന്താണെങ്കിലും നീ തിരികെ വരുമ്പോൾ രാധിക മോളെ കൂട്ടി വേണം വരാനായിട്ട്. ഇനി ഇത് അധികം നാൾ വെച്ച് നീട്ടിക്കൊണ്ട് പോകണ്ട. പിന്നെ ഇവിടെ നിന്ന് മറ്റാരെങ്കിലും നിന്നെ വിളിക്കാൻ ശ്രമിക്കും, ആരുടെ കോള് നീ എടുക്കാൻ നിൽക്കണ്ട. അവിടെ പ്രിയങ്കയ്ക്ക് അവളുടെ മുത്തശ്ശി എന്തോ വലിയ വലിയ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പത്മിനിയെ കൊണ്ട് തന്നെ നിന്നെ വിളിപ്പിച്ച് ഇവിടേക്ക് തിരികെ എത്തിക്കാനാണ് അവരുടെ പ്ലാൻ. ആര് വിളിച്ചാലും നീ ഫോണേ എടുക്കേണ്ട, മനസ്സിലായോ നിനക്ക്? മനസ്സിലായോ മുത്തശ്ശി? എന്താണെങ്കിലും ഇത്തവണ ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അങ്ങനെ ഞാൻ ഓരോ തവണയും വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നഷ്ടപ്പെടാൻ പോകുന്നത് എൻ്റെ ജീവിതം തന്നെയായിരിക്കും. ഇനിയും അതിന് ഞാൻ ഒരുക്കമല്ല. രാധിക്ക് ഞാൻ എന്ത് വില കൊടുത്തും തിരികെ എത്തിക്കും. എന്നാൽ ശരി മോനെ. അങ്ങനെ പറഞ്ഞ മുത്തശ്ശി കോള് കട്ട് ചെയ്യുവാണ്. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്ക പത്മിനിയോട് സംസാരിക്കുന്നതാണ്. അമ്മേ, വരുൺ ഇവിടെ പോയതാ, അമ്മ ഒന്ന് വരുണിനെ വിളിക്ക്, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ. എനിക്ക് വരുണിനെ കാണാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റുന്നില്ല.
അന്നേരം പത്മിനി പറയണേ, വരൺ ചിലപ്പോൾ ഓഫീസിലെ മറ്റോ കാര്യത്തിന് പോയതായിരിക്കും, അവനെങ്ങനെ തിരികെ വിളിക്കുന്നത്, അവനത് ചിലപ്പോൾ ഇഷ്ടമായെന്ന് വരില്ല. അമ്മ വിളിച്ച വരൺ എത്ര തിരക്കുണ്ടെങ്കിലും അത് മാറ്റി വെച്ച് ഓടി വരും. ഞാൻ വിളിച്ച വരൺ ഇഷ്ടപ്പെടില്ല. പക്ഷേ അമ്മ വിളിക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് മുത്തശ്ശി അങ്ങോട്ട് വരുമായിരിക്കും. എന്താ ഇവിടെ? അല്ല, വരണിനെ വിളിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുമായിരുന്നു ഞങ്ങൾ. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, വരണിനെ ഫോണിൽ വിളിക്കുകയൊന്നും വേണ്ട, കുറച്ച് നേരം മുമ്പ് ഞാൻ വിളിച്ചതാ. അവൻ ബിസിനസ്സിൻ്റെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒപ്പം കുറച്ച് ദൂരെയാണ്. വെറുതെ അവനെ വിളിച്ച് ശല്യപ്പെടുത്താനൊന്നും നിൽക്കണ്ട. അല്ലമ്മേ, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ബിസിനസ് കാര്യവുമായിട്ട് അവനിങ്ങനെ പോകുമ്പോൾ അവനെ വിളിച്ച് ശല്യപ്പെടുത്തരുതെന്ന് ഇവിടെ എല്ലാവരും കൂടി എടുത്ത തീരുമാനമല്ലേ. അതിലൊരു മാറ്റവും വേണ്ട. പിന്നെ ഇവിടെ ചിലരുടെ ഉദ്ദേശം എന്താണെന്നൊക്കെ അറിയാം. വരനെ ഇവിടെ തിരികെ എത്തിക്കാൻ പറയുന്നത് അവനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചാലല്ലേ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്നും പോകുവാണ്. ഈ സമയം പ്രിയങ്ക പറയണേ, കണ്ടില്ലേ, മുത്തശ്ശി പറഞ്ഞത് കേട്ടില്ലേ, മുത്തശ്ശിക്കനെ കാണുന്നതേ ഇഷ്ടമല്ല. അല്ലെങ്കിലും എല്ലാവർക്കും വലിഞ്ഞു കയറി വന്ന രാധിക മതിയല്ലോ. എല്ലാവരുടെ മുമ്പിലൂടെ നിലവിളക്കും പിടിച്ച് ഈ കുടുംബത്തിൻ്റെ മരുമകളായി വന്ന എനിക്ക് ആരും വേണ്ടത്ര പരിഗണന തരുന്നില്ല. അങ്ങനെ പറഞ്ഞ് സങ്കടപ്പെട്ട് പ്രിയങ്ക അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് പോകുവാണ്. പിന്നീട് പ്രിയങ്ക നേരെ ചെല്ലുന്നത് മുത്തശ്ശിയുടെ അരികിലേക്കാണ്. മുത്തശ്ശി ഒന്ന് നിന്നേ. വരുൺ ബിസിനസ് മീറ്റിങ്ങിനൊന്നുമല്ല പോയതെന്ന് മുത്തശ്ശിക്ക് നല്ലപോലെ അറിയാം. അവളെ ആ രാധികയെ തേടി പോയതല്ലേ വരുൺ. നിങ്ങൾക്ക് നാണമില്ലേ ഇതുപോലൊരു നാണം കെട്ട കാര്യത്തിന്? കൊച്ചുമോന് കൂട്ടി നിൽക്കാൻ ഇതുപോലെ കള്ളങ്ങൾ പറഞ്ഞു കൂട്ടാൻ നാണമില്ലേ? അന്നേരം മുത്തശ്ശി വരണേ, അതെ, നീ എന്നെ നാണിപ്പിക്കാൻ നിൽക്കാതെ നീ ചെയ്തു കൂട്ടിയ കള്ളങ്ങൾ എത്രയുണ്ടെന്ന് ആലോചിച്ച് നോക്കടി. നീ വീട്ടിൽ വന്നു കയറിയതിന് ഒരു വലിയ കള്ളം കാണിച്ചുകൊണ്ടല്ലേ, അത്രക്കൊന്നും വരില്ല. എന്താണെങ്കിലും നീ ഇവിടെ എത്ര കിടന്ന് സ്ഥാനം പിടിക്കാൻ നോക്കിയാലും ശരി, വരുണിനെ മനസ്സിലേക്ക് കയറാൻ നിനക്ക് ഒരിക്കലും ആവില്ലടി. അവൻ്റെ മനസ്സിൽ ഒരേ ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ. അവൻ്റെ മനസ്സിൽ നിന്ന് മനസ്സറിഞ്ഞ് സ്നേഹം കിട്ടുന്നത് ഒരേ ഒരു പെണ്ണിന് മാത്രമാണ്, അത് രാധികയ്ക്ക് മാത്രമോ. നീ എത്ര തലവുതിന്ന് ശ്രമിച്ച് നോക്കിയാലും അവൻ്റെ മനസ്സിലേക്ക് നിനക്ക് നുഴഞ്ഞു കയറാൻ പറ്റില്ലടി. അന്നേരം പ്രിയങ്ക പറയുന്നുണ്ട്, അതെ, ഞാനെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും മുമ്പിലും മുത്തശ്ശിയുടെ കള്ളത്തരം പൊളിച്ചെടുക്കാൻ പറ്റും. മുത്തശ്ശിയാണ് മറന്നും രാധികയ്ക്കും വേണ്ടി എല്ലാ കാര്യത്തിനും വളം വെച്ച് കൊടുക്കുന്നതെന്ന് തെളിയിക്കാനും പറ്റും. അങ്ങനെ തെളിയിച്ചാൽ ഈ വീട്ടിലുള്ള എല്ലാവരും മുത്തശ്ശിക്ക് നേരെ തിരിയും. അന്നേരം മുത്തശ്ശി പറഞ്ഞേ, എടി നീ എന്നെ എന്താ ഭീഷണിപ്പെടുത്താൻ നോക്കുവാണോ? നിന്നെപ്പോലൊരു കൃമി വിചാരിച്ചാലേ ഈ കുടുംബത്തിലെ ഒത്തൊരുമയെല്ലാം തകർത്ത് ഭിന്നിപ്പുണ്ടാക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിന്നെ ഓരോന്നൊക്കെ പറഞ്ഞ് കുട്ടികളൊക്കെ വിടുന്നത് നിൻ്റെ മുത്തശ്ശിയാണെന്നറിയാം, സുകുമാരി അമ്മ. അവരെയും അധികം വൈകാതെ എൻ്റെ കയ്യിൽ കിട്ടും. അവർക്കുള്ള പണി അന്ന് ഞാൻ കൊടുത്തോളാം. നിൻ്റെ പടിയിറക്കത്തിനുള്ള ദിവസങ്ങൾ അടുത്തു കഴിഞ്ഞു. അധികം വൈകാതെ നീ ഇവിടെ നിന്ന് പുറത്താകും. അതെ, ഇതുപോലുള്ള വെളച്ചിൽ കേട്ട് മേലാലിനി എൻ്റെ കൺമുമ്പിലെങ്ങാനും വന്നാലുണ്ടല്ലോ, തൂക്കിയെടുത്ത് ഞാൻ നിന്നെ പുറത്തേക്കറിയും. അങ്ങനെ മുത്തശ്ശിയുടെ വായുന്ന കണക്കിന് കേൾക്കുമ്പോൾ പ്രിയങ്ക ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണസേവ ആശ്രമത്തിലെത്തുന്ന ശ്യാമേനെയും രാധികേനെയാണ് കേട്ടോ. അങ്ങനെ കാറിൽ നിന്നും അവർ രണ്ടാളും പുറത്തിറങ്ങുവാണ്. ഈ സമയം അവിടെ എത്തിയതും രാധികയ്ക്ക് ഒത്തിരി സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. അന്നേരം ശ്യാമ ചോദിക്കുക, എന്താ മോൾക്ക് സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോന്നോ? ഇവിടെ എത്തിയപ്പോൾ തന്നെ മനസ്സിൻ്റെ വല്ലാത്തൊരു ശാന്തത തോന്നി. അതെ, ഇവിടെ നിൽക്കുന്നതൊക്കെ താൽക്കാലികം മാത്രമാണ്. ഇവിടെ എത്തിയിട്ട് വലിയ കടുത്ത തീരുമാനമൊന്നും എടുക്കാമെന്ന് മോൾ വിചാരിക്കേണ്ട കേട്ടോ. അങ്ങനെ പറഞ്ഞ് രാധികയും കുട്ടി ശ്യാമ അതിൻ്റെ അകത്തേക്ക് കയറുവാണ്. ഈ സമയം വരുൺ അവിടെ എത്തുവാണ് കേട്ടോ. അങ്ങനെ ആശ്രമത്തിൻ്റെ അവിടെ എത്തിയിട്ട് വരുൺ ടെൻഷനിലകത്തേക്കൊക്കെ നോക്കുന്നുണ്ട്. എന്തിനായിരിക്കും രാധികയും കുട്ടി ഫിദ മാഡം ഇവിടെ വന്നത് എന്നുള്ള ചിന്തയിൽ അവിടെ നിൽക്കുന്ന വരുണിനെ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് തീരുവാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ.